നമസ്തേ. ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഹൈന്ദവ വിശ്വാസത്തിലെ ഏറ്റവും ശക്തമായ 2 മന്ത്രങ്ങളാണ് ഓം നമഃ ശിവായ, ഓം ഹ്രീം നമഃ ശിവായ. എന്താണ് ഈ മന്ത്രങ്ങൾ തമ്മിലുള്ള വ്യത്യാസം? പലർക്കും സംശയമുണ്ടാകാം. ഓം നമഃ ശിവായ എന്നത് ശിവന്റെ പഞ്ചാക്ഷരി മന്ത്രമാണ്. ഇതിന്റെ അർത്ഥം പ്രപഞ്ചത്തിന്റെ പരമമായ സത്യമായ പരമശിവനെ ഞാൻ നമിക്കുന്നു എന്നതാണ്. 5 വിശുദ്ധമായ അക്ഷരങ്ങളുടെ സംയോജനമാണ് ഈ മന്ത്രം. ഓരോ അക്ഷരങ്ങളും പ്രപഞ്ചത്തിലെ പഞ്ചഭൂതങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത്. അതായത് ന എന്നാൽ ഭൂമി. ഭൂമിയിൽ നിന്ന് എന്താണ്? സ്ഥിരമായ ഒരു ഊർജം, അതായത് നമ്മുടെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന ശക്തിയെ പുറത്തേക്ക് കൊണ്ടുവന്ന് നമുക്ക് സ്ഥിരമായ ഒരു ഊർജം ലഭ്യമാകണമെന്നും. മാ എന്നാൽ ജലം. ജലം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മനസ്സിനുള്ളിലെ അഹങ്കാരം, മാലിന്യങ്ങൾ എന്നിവ പുറത്തേക്ക് കൊണ്ടുവന്ന് നമ്മളെ അജ്ഞതയിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരണമെന്നാണ്. ഷീ എന്നാൽ അഗ്നി. അഗ്നി എന്താണ് ചെയ്യുന്നത്? നമ്മുടെ പാപങ്ങളൊക്കെ ദഹിപ്പിച്ച് നമ്മളെ ശുദ്ധീകരിക്കുകയാണ് ചെയ്യുന്നത്. വാ എന്നാൽ വായു. എല്ലായിടവും നിറഞ്ഞു നിൽക്കുന്ന ഈശ്വരന്റെ ചൈതന്യം നമ്മളിലേക്ക് വരണമെന്നും. യാ എന്നാൽ ആകാശം. എല്ലാത്തിനും ഇടം നൽകുന്ന സർവവ്യാപിയായ ആകാശം എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ 5 അക്ഷരങ്ങൾ ചേർന്നതുകൊണ്ടാണ് ഇതിനെ പഞ്ചാക്ഷരി മന്ത്രം എന്ന് പറയുന്നത്. ഇതിനോടൊപ്പം തന്നെ ഓം എന്ന വാക്കു ചേർക്കുമ്പോഴാണ് ആ മന്ത്രത്തിന് ശക്തിയും പൂർണ്ണതയും ലഭിക്കുന്നത്. കാരണം ഓം എന്നാൽ പ്രപഞ്ചത്തിന്റെ ആദ്യ ശബ്ദമാണ്, പരബ്രഹ്മത്തെയാണ് ഇത് പ്രതിനിധീകരിക്കുന്നത്. ഇനി ഓം നമഃ ശിവായോടൊപ്പം തന്നെ ഹ്രീം എന്ന ബീജാക്ഷരം ചേരുമ്പോൾ ആ മന്ത്രത്തിന് എങ്ങനെയാണ് ശക്തി കൂടുന്നത് എന്നാൽ, ഹ്രീം എന്നത് ആദിപരാശക്തിയുടെ ബീജാക്ഷരമാണ്. ആയതിനാൽ ഓം ഹ്രീം നമഃ ശിവായ എന്ന് ജപിക്കുമ്പോൾ ശിവനോടൊപ്പം തന്നെ ആദിപരാശക്തിയുടെ അനുഗ്രഹവും നമുക്ക് വന്നു ചേരുന്നതാണ്. 2 മന്ത്രങ്ങളും ജപിക്കുന്നത് ഉത്തമമാണ്. ഓം നമഃ ശിവായ എന്ന് ജപിക്കുമ്പോൾ മനസ്സിന് ശാന്തതയും പോസിറ്റിവിറ്റിയും ആത്മീയമായ ഉണർവും നൽകുമ്പോൾ, ഓം ഹ്രീം നമഃ ശിവായ ജപിക്കുമ്പോൾ ഇതിനോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിലെ കാര്യതടസ്സങ്ങൾ നീങ്ങുന്നു, അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ വരെ സാധിക്കാനും സഹായിക്കുന്നു എന്നതാണ് വിശ്വാസം. നിത്യവും 108 തവണയാണ് ഈ മന്ത്രങ്ങൾ ജപിക്കേണ്ടത്. രാവിലെയും വൈകുന്നേരങ്ങളിലും പ്രദോഷ സമയത്തും ഒരു നിലവിളക്ക് കൊളുത്തി രുദ്രാക്ഷമാല കൂടെ ഉപയോഗിച്ച് ഈ മന്ത്രം ജപിച്ചാൽ വേഗം ഫലം ലഭിക്കുമെന്നാണ്. ഈ മന്ത്രങ്ങൾ നിത്യവും ജപിക്കുന്നതിലൂടെ പരമശിവനുമായി നമ്മൾ ആത്മീയമായി എടുക്കുന്നു. ആയതിനാൽ നമ്മുടെ ജീവിതത്തിൽ നിന്നും ആപത്തുകളൊക്കെ അകറ്റി ഭഗവാൻ നമ്മളെ ചേർത്ത് പിടിക്കുന്നതാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ കമന്റ് ബോക്സിൽ ഓം നമഃ ശിവായ എന്ന് കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.